കിഴക്കേക്കോട്ടയിലാണ് കെ.ബി. ഗണേഷ് കുമാറുള്ളത്. രാജിയില്ല എന്നത് വ്യക്തമാകുന്നു. മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്തതിന് ശേഷം എല്ലാ ഔദ്യോഗിക പരിപാടികളിലേക്ക് കടന്നിരിക്കുന്നു. കിഴക്കേക്കോട്ടയിൽ KSRTC നിയന്ത്രണത്തിലുള്ള മെഡിക്കൽ സെന്ററിന്റെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചിരിക്കുകയാണ്. വാദങ്ങളിൽ ഒരു പ്രതികരണവും മന്ത്രിയുടെ ഭാഗത്ത് നിന്നില്ല. ഒരുപക്ഷേ വിശദമായ പ്രതികരണം ഉണ്ടായേക്കും എന്തായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന സൂചനയെങ്കിൽ അത്തരം ഒരു പ്രതികരണവുമില്ല. ഇടയ്ക്കിടയ്ക്ക് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് ആദ്യം ആംഗ്യമായിരുന്നു, പിന്നെ ചെറിയ തോതിൽ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. എന്താണ് മന്ത്രി പറഞ്ഞത് എന്ന കാര്യം കേൾക്കാൻ കഴിഞ്ഞിരുന്നോ? അപ്പോൾ ഇനി പ്രതികരണത്തിലുള്ള സാധ്യത കുറവല്ലേ? ഇന്ദുവിന് കേൾക്കാമോ? എന്താണ് മന്ത്രി പറഞ്ഞത്? കേൾക്കാൻ കഴിഞ്ഞോ? കേൾക്കുന്നുണ്ട് രതീഷ്. നിലവിൽ ഇപ്പോൾ കിഴക്കേക്കോട്ടയിലേക്ക് എത്തി ഈ ആശുപത്രി കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നടത്തിയത് ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് മൗനം മാത്രമായിരുന്നു മറുപടി എന്ന് പറയുന്നതാകും ശരി. അതിനുശേഷം അദ്ദേഹം എന്തോ സംസാരിച്ചു. തിരക്കിനിടയിൽ പെട്ടതുകൊണ്ട് തന്നെ കൃത്യമായി ശ്രദ്ധിച്ചില്ല. പക്ഷെ അതിനു മുമ്പൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ അദ്ദേഹം മൗനം മാത്രം പാലിക്കുകയായിരുന്നു ചെയ്തത്. മാത്രമല്ല വലിയ രീതിയിൽ പോലീസ് അദ്ദേഹത്തെ പൊതിഞ്ഞു പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പാർട്ടി പ്രവർത്തകരും അത്തരത്തിൽ തന്നെയാണ് അദ്ദേഹത്തെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് പറയാം. ഒരു ചോദ്യങ്ങൾക്കും ഇടം കൊടുക്കാൻ സമ്മതിക്കാതെ, അല്ലെങ്കിൽ നമ്മളെ അടുത്തേക്ക് പോലും എത്താൻ സമ്മതിക്കാത്ത വിധത്തിലായിരുന്നു ആദ്യമൊക്കെ അവരുടെ പ്രതികരണം. പിന്നീട് നമ്മൾ ചോദിക്കുമ്പോഴൊക്കെ ഒന്നും പറയാനില്ല, മൗനം മാത്രമാണ് മറുപടി എന്ന് വായിൽ കൈവച്ച് അദ്ദേഹം പറയുകയായിരുന്നു ചെയ്തിരുന്നത്. മാത്രമല്ല പാർട്ടി പ്രവർത്തകർ കിണഞ്ഞു പരിശ്രമിക്കുകയായിരുന്നു അദ്ദേഹത്തെ ഏറ്റവും സുരക്ഷയോടുകൂടി ഉള്ളിലേക്ക് എത്തിക്കാൻ എന്ന് തന്നെ പറയാം. നാലുപാടു നിന്നും പാർട്ടി പ്രവർത്തകർ പൊതിഞ്ഞ് കൈ ചേർത്ത് പിടിച്ച് പൊതിഞ്ഞാണ് അദ്ദേഹത്തെ ഉള്ളിലേക്ക് കൊണ്ടുവന്നത് തന്നെ പറയാം. വലിയ ആഘോഷമായിട്ടായിരുന്നു ഇന്നത്തെ ദിവസത്തെ ഈ ഒരു സ്വീകരണം എന്ന് പറയാം. ജനകീയനായ മന്ത്രി, ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന് ആർത്തു വിളിച്ച് തന്നെയാണ് ഇതിന്റെ ഉള്ളിലേക്ക് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെ കൊണ്ടുവന്നതെന്ന് തന്നെ പറയാം. നമുക്ക് പറയാം ഒരു ആശ്വാസത്തിലാണ് മന്ത്രി എന്ന് പറയുന്നതാവും ശരി. കാരണം അത് അദ്ദേഹത്തിന്റെ മുഖഭാവത്തിൽ നിന്ന്